കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങനെ വിലാസിനെ ഫോൺ ചെയ്യുമായിരുന്നു പ്രിയ. പിന്നീട് വിലാസിനെ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് പൈസ വേണം മോളെ, 50,000 രൂപ വേണം കണ്ണാശുപത്രി പോകാനായിട്ടാ. വിലാസിനോട് ഒരു കാര്യം ചെയ്യുക, അമ്മ ഫോൺ പ്രിയക്ക് കൊടുക്കാൻ പറയണം. പ്രിയ കോൾ എടുത്തേം പറഞ്ഞു, അത് പ്രിയമോളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്നത്രയും തുക അമ്മയ്ക്ക് അങ്ങ് കൊടുത്താൽ കണ്ണാശുപത്രി പോകാനെന്ന് പറയും. അല്ല എത്ര രൂപ കൊടുക്കണം ഗീതു ചേച്ചി? ഒരു 2,000 രൂപ കൊടുത്താൽ മതി. അമ്മ പറയുന്ന വലിയ എമൗണ്ട് ഒക്കെയാ, അത്രയൊന്നും വേണ്ടാന്ന് പറയണം. ശരി ശരി, അതെ ഗീതു ചേച്ചി ഗൂഗിൾ പേ ചെയ്യണ്ട, ഞാൻ ഇത് കയ്യിൽ ആ ക്യാഷ് കൊടുത്തോളാന്ന് പറയണം. ഈ സമയത്ത് സന്തോഷത്തോട് കൂടിയിട്ട് നേരെ വിലാസിന് ഭദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അതെ ഭദ്രേട്ടാ, അത് എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരുമോന്ന് ചോദിക്കുക. ആ നല്ല കഥയെ, എനിക്കിവിടെ വേറെ ജോലി ഉണ്ടെന്ന് പറയാം. അതെന്താ ഭദ്രേട്ടാ, എന്റെ പൈസ ഇല്ലെന്ന് ഓർത്താണ് അങ്ങനെ പറഞ്ഞേ. നിന്റെ കയ്യിൽ എവിടുന്ന് പൈസ ഉണ്ടാവാനാ? പിന്നെ ഞാനിപ്പോ ആരാ? എന്റെ മോളാരാ? കോടീശ്വരനായ ഗോവിന്ദന്റെ ഭാര്യയല്ലേ? അപ്പൊ എനിക്കെന്താ പൈസക്ക് പഞ്ഞം? ദേ 50,000 രൂപ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തരുന്നേ. 50,000 രൂപയെ? അതെ എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ റെഡിയാവെന്ന് പറയാം. പൈസ ഉണ്ടെന്ന് കേട്ടതും ഭദ്രനൊന്ന് ഉണർന്നു പെട്ടെന്ന് റെഡിയാവാൻ പോവാണ്. ഈ സമയത്ത് പ്രിയ അങ്ങോട്ട് വന്നു. പ്രിയ ചോദിച്ചല്ല നിങ്ങൾ പോകാൻ റെഡിയാവുന്നില്ലെന്ന് ചോദിക്കുക. ഇപ്പൊ റെഡിയാവും പ്രിയമോളെ. അല്ല ഗീതുമോള് പൈസ തന്നോന്ന് ചോദിക്കാണ്. പൈസയൊക്കെ തന്നിട്ടുണ്ട് ഇന്ന് അമ്മയെന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങോട്ട് നീട്ടുവാണ്. സന്തോഷത്തോടെ പൈസ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 2,000 രൂപ. ഇതെന്താ 2,000 രൂപ? ആ 2,000 രൂപ തരാനാ ഗീതു ചേച്ചി പറയുന്നത് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു 2,000 രൂപ കൊള്ളാം, നല്ല കഥയായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിലാസിന് പറഞ്ഞു, ഇത് കണ്ണടയുടെ കവർ പോലും മേടിക്കാൻ പറ്റില്ല മോളെ, എന്നോട് ഗീതു ചേച്ചി ഇത്ര കൊടുക്കാൻ പറഞ്ഞേ, ഞാനതാ ഇത്രയും തന്നേന്ന് പറയണം. ഓ അപ്പൊ അവളെ എല്ലാത്തിനും കാണണം, എന്റെ മോള് തന്നെ എനിക്ക് ശത്രു. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രിയ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, കേട്ടില്ലേ അവള് പറഞ്ഞേ? ആ ഒപ്പം തന്നെ അവള് നിന്നിട്ടുണ്ട്. വെറുതെ നമ്മള് മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയത് ഒരു പ്രയോജനം ഇല്ല വിലാസിനി എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന അപർണിക രാധികാമ്മനെ കാണാനായിട്ട് എത്തുവാണ്. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ രാധികാമ്മ അങ്ങോട്ട് വന്നു. അല്ല രാധികാമ്മ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ രാധികാമ്മ പറഞ്ഞു, ഞാനിപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലാ മോളെ, ഞങ്ങളുടെ കുടുംബം തന്നെ, മോൾക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണിക പറഞ്ഞു, രാധികാ മാഡം അതിനേക്കാളും വലിയ പ്രതിസന്ധി ഞാനിപ്പോ നിൽക്കുന്നത് രാധികാ മാഡത്തിന് അറിയാവുന്ന ചോദിക്കുകയാണ്. അല്ല മോൾക്ക് എന്താ പ്രശ്നം? മോൾ ഏജിയം ഗ്രൂപ്പ് എന്ന വലിയൊരു കമ്പനിയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഇരിക്കുന്ന ഒരു സ്റ്റാഫല്ലേ, പിന്നെ മോൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. എന്റെ പ്രശ്നം അതൊന്നും പുറത്തു പറയാൻ പറ്റില്ലാത്ത പ്രശ്നങ്ങളാന്ന് പറയാം. രാധികാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യണം, എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ഇനിയിപ്പം ഇതോ ഒരു മാർഗമുള്ളൂ, ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗം കാണുന്നില്ല. രാധികാം കാര്യം പറ. അതെ കിഷോറിനോട് പറയണം, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കരുത്, ഗീതുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന്. ഇത് കേട്ടതും അപർണിക പറഞ്ഞു, അതാ അല്ല ഈ കിഷോറുമായിട്ടുള്ള ബന്ധം ഗീതിന് അതെങ്ങനെ രാധികാമ്മ അറിഞ്ഞെന്ന് ചോദിക്കണം. അതോ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അത് ഞാനൊരു കാര്യം പറയാൻ രാധികാ മാഡം. അതെ ഇത് ഈ ബന്ധത്തിലേക്ക് വലിച്ചഴിച്ച ആരെന്നറിയാവോ? ഗീതു ആ ബന്ധത്തിലേക്ക് വലിച്ചിട്ട് അവളാ എന്റെ കിഷോറിനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. ആദ്യം എന്റെ കിഷോറിനെ എനിക്ക് വിട്ടുതരാൻ പറ ഗീതുവിനോട്, അത് ആദ്യം രാധികാ മാഡം ചെയ്യണ്ടേന്ന് പറയണം. അങ്ങനെയാണോ? അതെ രാധികാ മാഡം ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവളുണ്ടല്ലോ ഗീതു, അവളുള്ള കള്ള നമ്പരൊക്കെ എടുത്തിട്ട് കിഷോറിനെ രാത്രിക്കൊക്കെ വിളിക്കുന്നുണ്ട്, എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. ഞാനിത് അറിഞ്ഞിട്ട് 2-3 ദിവസമായി, ആകെപ്പാടെ തല പെരുത്താ ഞാൻ നിക്കണേന്ന് പറയണം. അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല മോളേന്ന് പറയണം. എന്നാലും അവൾ ഒറ്റ എടുത്ത് നമ്മളെ ചതിച്ചോണ്ടിരിക്കുവോടെ മോളേന്ന് പറയണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് അപർണ പറയാം. ഞാൻ അവളോട് ചോദിച്ചിട്ട് തന്നെ ഉള്ളൂന്ന് പറയാം. വേണ്ട മോളെ, അത് വേണ്ട, ഇപ്പൊ വിളിച്ചു ചോദിക്കേണ്ട ശരിയാവത്തില്ല. അതെന്താ? അതല്ല, അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഞാനൊരു ഓഡിയോ ക്ലിപ്സ് ഒക്കെ കേട്ടായിരുന്നു. ആദ്യം പറഞ്ഞു മോളോട് പറയണ്ടെന്നൊക്കെ ഓർത്തിരുന്ന, ഇനിയിപ്പൊ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലോ. എന്താണെങ്കിലും രാധികമ്മ പറ, എനിക്ക് എന്താണ് ഓഡിയോ ക്ലിപ്സ് കേൾക്കണോന്ന് പറയാം. പിന്നീട് ആ ഓഡിയോ ക്ലിപ്സ് അപർണികനെ കേൾപ്പിക്കുകയാണ് രാധികാമ്മ. അപ്പൊ അതിനകത്ത് ഗീത് പറഞ്ഞേക്കുന്നേ, നിന്റെ ഒരു കുഞ്ഞ് എന്റെ വയറ്റ് വളരുന്നെങ്ങാനും അതെങ്ങാനും അങ്ങനെ നിന്റെ മോഹം എന്നെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അപർണിക നിന്നെ ഇല്ലാതാക്കും, അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. അല്ല അപർണിക അത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഗീതു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അപർണികയ്ക്ക് മനസ്സിലായി കിഷോറും അപ്പം ഗീതുവിനോടൊപ്പം ഉണ്ട്. ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാധിക പറഞ്ഞ്, കേട്ടില്ലേ ഈ ഓഡിയോ ക്ലിപ്സ് കേട്ടില്ലേ? ശരിക്കും ഗീതുവും കിഷോറും തമ്മിൽ ഇപ്പോഴും പഴയ ഒരു ബന്ധമുണ്ട്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ അപർണയ്ക്ക് പിന്നെ എന്ത് ചെയ്യുന്നത്, ആകെപ്പാടെ സമനില തെറ്റിയ പോലെയായിപ്പോയി. അല്ല ഇന്നലെ കിഷോർ വീട്ടിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഇന്നലെ കിഷോർ രാവിലെ പോയായിരുന്നു, ഇവിടുന്ന് ഗീതുവും രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഗീതും പോയെന്ന് ചോദിക്കണം. അത് അവള് വിളിച്ചിട്ടെന്നും പറഞ്ഞാ പോയത്, അവര് ഓഫീസിലേക്ക് ആയിരിക്കില്ലേ പോയെന്ന് ചോദിക്കണം. എവിടെ ഓഫീസിലേക്ക്? വല്ലവര്
അല്ല അവർ രണ്ടുപേരും കൂടെ വല്ലയിടത്തും പോയി വല്ല റൂം എടുത്ത് കാണുമായിരിക്കും, അവിടെ ആയിരിക്കും നമ്മളെല്ലാം പറ്റിച്ചോണ്ടിരിക്കുമല്ലോ എന്ന് ചോദിക്കണം. അപർണയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അവനെ പറഞ്ഞു ഞാനങ്ങ് ചെല്ലട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. വേണ്ട, ഇത് നമ്മൾ തന്ത്രപരമായിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ഗീതു ഇപ്പൊ അറിയാൻ പാടില്ല. ഇത് ഗീതു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പ്ലേറ്റ് മാറ്റും, പിന്നെ നമുക്ക് കൈയോടെ അവളുടെ കള്ളത്തരങ്ങൾ പിടികൂടാൻ പറ്റില്ല. ഇപ്പൊ അപർണയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഗോവിന്ദ് അറിഞ്ഞിരിക്കട്ടെ, അവന്റെ ജീവിതം രക്ഷിക്കണ്ടേ. എനിക്ക് എന്റെ ഗോവിന്ദനെ വേണം, അതോടൊപ്പം തന്നെ നിനക്ക് നിന്റെ കിഷോറിനെ വേണ്ടേ, നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ വേണ്ടേ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, അത് ആദ്യം ഗോവിന്ദനോട് ചെയ്യേണ്ടെന്ന് പറയണം. ഇത് കേട്ട അപർണ പറഞ്ഞു എല്ലാത്തിനും ഞാൻ തീർത്തേനം, എന്റെ വയറ്റില് കിഷോറിന്റെ ഒരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ രാധികാമ്മ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അപർണ അങ്ങോട്ട് പോവാണ്. അപർണയെ പോയ ഉടനെ രാധികാമ്മ വരുണിന്റെ അടുത്തേക്ക് വരുവാണ്. വരുൺ കാറായിരിക്കുക. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സക്സസ് ആയി എന്ന് പറയാം. എങ്ങനെയായമേ അവൾ വിശ്വസിച്ചോന്ന് ചോദിക്കുക. പിന്നെ വിശ്വസിക്കാതെ കിഷോർ അമ്മാതിരി തെളിവല്ലേ ഉണ്ടാക്കി തന്നേക്കുന്നേ, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. അങ്ങനെ ഗീതുവിന്റെ കാര്യം ഓക്കെ. പക്ഷെ ഇനി ഒരുത്തിയും കൂടെ ഉണ്ട്, ആ രഞ്ജു. അവളെ നമുക്ക് പുറത്താക്കണമെന്ന് പറയാം. അല്ല അത് സാധിക്കുമോ? അതൊക്കെ സാധിക്കും, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഈ സമയത്ത് ഗീതു ആകെപ്പാട് ടെൻഷനായിരുന്നു. ഗീതുവിന്റെ അടുത്തേക്ക് രേഖ വരുന്നുണ്ട്. അല്ല എനിക്ക് നല്ലൊരു സംശയമുണ്ട് ഗീതു. എന്താ രേഖേച്ചി? ഈ ഗോവിന്ദേട്ടനും രഞ്ജുവും തമ്മിൽ നേരത്തെ വിവാഹിതരായിട്ടുണ്ടോന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചാൽ? അല്ല ആമാടപ്പെട്ടി വരണമെങ്കില്, രഞ്ജുവിന്റെ കയ്യിൽ ആമാടപ്പെട്ടി വരണമെങ്കില് എന്താ അവർ രണ്ടുപേരും നേരത്തെ വിവാഹം കഴിച്ചായിരിക്കണ്ടേ? ഗീതു പറഞ്ഞു അത് ശരിയാ, ഒരു പക്ഷെ കല്യാണത്തലേന്നെങ്ങാനും ഇപ്പം രഞ്ജുവിനെ ആരുടെയും കൂടി ഒളിച്ചോടി പോയി കാണുവോ? അതുകൊണ്ടാണ് അവളുടെ ആ ആമാടപ്പെട്ടി വന്ന് പിന്നീട് തന്നെ അവനെ ഉപേക്ഷിച്ചിട്ട് എങ്ങാനും തിരിച്ച് വീണ്ടും ഗോവിന്ദന്റെ അടിയിൽ വന്നാണല്ലോ. അതും പറയാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ രേഖ പറഞ്ഞു ശരിയാ, അതും ഒരു സംശയമാണ്, പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ അടുത്ത് അവളുടെ കളി, അവൾക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗീതു അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് രാധികാമ്മയെ വരണും കൂടെ വീട്ടിലേക്ക് കയറി വരിക. അപ്പൊ കയറി ചെന്നതിനും പറഞ്ഞു അതെ അവിടെ കാണും, ആ രഞ്ജു അവിടെ കാണും, അവളുടെ കളി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം, അടുത്ത ഊഴം നമുക്ക് രഞ്ജു എന്ന് പറയണം. അല്ല അമ്മയുടെ പ്ലാൻ എന്താ? ഞാൻ ചെറിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവൾക്ക് ഇരുട്ടിനെ ഭയമാന്ന് പറയണം. ഇരുട്ടിനെ ഭയോ? അതെന്താ ഇരുട്ടിനെ ഭയമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നോട് കാഞ്ചന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അല്ല കാഞ്ചന എന്താ പറഞ്ഞേ? അവള് രാത്രി കിടക്കാൻ നേരം ലൈറ്റ് ഓഫ് ചെയ്യാൻ ലൈറ്റ് ഇട്ടുണ്ടാ കിടക്കുന്നത്. കാരണം അവൾക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു അസുഖം ഉണ്ടെന്ന്, അവൾ എന്തൊക്കെയോ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന്. ഈ ഇരുട്ടിനെ പേടിയുള്ള ഒരു അസുഖത്തിന്റെ പേരുണ്ടല്ലോ, നിക്ടോഫോബിയ. ആ അസുഖമാണ് പോലും അവൾക്ക്. അതുകൊണ്ട് അവൾ ഒരു ഇരുട്ടുമുറിയിലാക്കുവാണെങ്കിൽ അവൾ അസുഖം വന്നിട്ട് അങ്ങനെ പ്രാന്തായി പൊക്കോളും. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അതോടുകൂടി അവളുടെ ശല്യം തീരുമെന്ന് പറയാം. ഇത് കൊള്ളാം, അമ്മയുടെ ഐഡിയ കൊള്ളാം. അപ്പൊ നമുക്ക് അത് തന്നെ പ്രയോഗിക്കാന്ന് പറയാണ്. ഈ സമയത്ത് രഞ്ജു ഗോവിന്ദനെ ഫോൺ ചെയ്യണം. നീ എവിടെയാ? ഇതുവരെയായിട്ടും കണ്ടില്ലോ എന്ന് പറയണം. അതെ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുള്ളൂ. എന്റെ പൊന്നു രഞ്ജു, ആദ്യത്തെ ദിവസം നീ ജോയിൻ ചെയ്യാൻ വരുമ്പോ ഇച്ച് നേരത്തെ വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അത് കുന്നടത്ത് താമസിച്ചുപോയി. താമസിച്ചുപോയി, ഇനിയിപ്പൊ നീ കൂടുതലൊന്നും പറയണ്ട, പെട്ടെന്ന് വരാൻ നോക്ക്, ഞാൻ വണ്ടി അങ്ങോട്ട് അയക്കാന്ന് പറയണം. വണ്ടി ഒന്നും വേണ്ട, ഞാൻ എങ്ങനെയും വന്നോളാം. ദേ അതൊന്നും വേണ്ട, ഒന്നാമത്തെ കാര്യം നീ മെഡിസിൻ കഴിച്ചിട്ടില്ല, നിന്റെ മെഡിസിൻ തീർന്നു പോയെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് നീ വരണ്ട, നീ ഫുഡൊക്കെ കഴിച്ചിട്ടാ വരാവുള്ളൂ പറയാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നേ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. എന്റെ കാര്യത്തിൽ എന്തിനാ ഗോവിന്ദന് ഇത്രമാത്രം ടെൻഷൻ അടിക്കണ്ടേ? എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഞാൻ അങ്ങോട്ട് വരും, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് രഞ്ജു ഫോൺ വെക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.